അസ്സലാമലൈക്കും എല്ലാവർക്കും ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നത് KFC സ്റ്റൈലിൽ ചിക്കൻ എങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. ഇതിൽ കുറഞ്ഞൊരു ഇൻഗ്രീഡിയൻസാണ് ചേർത്തിട്ടുള്ളത്. നമുക്ക് പരിചയമുള്ള നമ്മുടെ വീട്ടിൽ സാധാരണ ഉള്ള കുറഞ്ഞൊരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി ചെയ്തത്. വളരെ സിമ്പിളാണ്, പിന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പിന്നെ ചെറിയ പീസായിട്ടാണ് ഞാനിത് കട്ട് ചെയ്തത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ചെറിയ പീസാക്കി കട്ട് ചെയ്ത ചിക്കനാണിത്. ഇതിൽ എല്ലുള്ള പീസും ഉണ്ട്, എല്ലില്ലാത്ത പീസും ഉണ്ട്. അപ്പോൾ എല്ലുള്ള പീസ് കുറവാണ്, എല്ലില്ലാത്തതാണ് കൂടുതലുള്ളത്. ഇതിലേക്ക് 1 സ്പൂണ് സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 സ്പൂണ് കാശ്മീരി റെഡ് ചില്ലിയാണ് ചേർത്തത്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 1 മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഒറിഗാനോ കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 സ്പൂൺ ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുണ്ടെങ്കിൽ ചേർക്കാം. അതും കൂടി ചേർത്തിട്ട് ഇത് നല്ലപോലെ മിക്സാക്കി മിനിമം ഒരു മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. എന്നിട്ട് ആണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെറിയ പീസാക്കി എടുത്താൽ നമുക്ക് ഫ്രൈ ചെയ്യുന്ന സമയം നമുക്ക് ലാഭമാണ്. വലിയ പീസാകുമ്പോൾ കുറേ സമയം നമ്മൾ ഫ്രൈ ചെയ്യാൻ എടുക്കും. പിന്നെ തിന്നാനും നമുക്ക് എളുപ്പമാണ് ചെറിയ പീസാക്കി എടുക്കുമ്പോൾ. ചെറിയ പീസാക്കിയിട്ടാണ് ടേസ്റ്റ് ഉള്ളത്. എനിക്കങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ ഇതൊരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ചിക്കൻ ഒരു കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓട്സ് 3 ടേബിൾ സ്പൂണ് ഓട്സ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂണ് കോൺഫ്ലോറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ രണ്ടും ഈക്വലായിട്ട് എടുക്കുക. ഓട്സ് കൈകൊണ്ട് ഒന്നങ്ങ് പൊടിച്ചു കൊടുക്കുക. കൈകൊണ്ടൊന്ന് പൊടിച്ചാൽ മതി. അതിലേക്ക് കോൺഫ്ലോർ 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മുളക് പൊടി, കാശ്മീരി റെഡ് ചില്ലിയാണ് ചേർത്തത്. അതും കൂടി ചേർത്തിട്ട് എല്ലാം ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങൾ ഓരോ പീസ് എടുത്തിട്ട് ഓട്സിൻ്റെ മിക്സിയിൽ ഇട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. എല്ലാ പീസും ഇതുപോലെ തന്നെ കവർ ചെയ്തെടുക്കാം. ചിക്കൻ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ് ഫ്രൈ ആണ്. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിലിട്ടിട്ട് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ചിക്കൻ ആയതുകൊണ്ട് കുറച്ച് ഒന്ന് വെന്ത് വരണമല്ലോ. അപ്പോൾ കുറച്ച് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഉള്ള KFCൻ്റെ ഈ ഒരു കോട്ടിംഗ് ഒക്കെ ഇതിന് വന്നിട്ടുണ്ട്. പിന്നെ ഇത് തിന്നാനും നല്ല ടേസ്റ്റും ഉണ്ട്. അടുത്ത ബാച്ച് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്കും എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അതിനോടടുത്തുള്ള ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞാൻ ഇടുന്ന ഇനിയും വീഡിയോസുകൾ നിങ്ങൾക്ക് ഇനിയും കാണാനും കഴിയൂ.